എന്തുകൊണ്ടാണ് ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൂട്ടമായിട്ടുള്ള പ്രാർത്ഥനകൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവീകത്വം ഫീൽ ചെയ്യുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും ചിലപ്പോൾ രോമാഞ്ചം ഉണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ അനുഗ്രഹം എന്നതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവാം. ദൈവത്തെ ഫീൽ ചെയ്യുന്ന പോലെയുള്ള പല അനുഭവങ്ങൾ നിങ്ങൾക്ക് പല സാഹചര്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവാം. എന്തോ ഒരു അബോധാവസ്ഥയിൽ പ്രവർത്തിക്കുന്നത് പോലെയുള്ള മറ്റു മനുഷ്യരെ നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാകാം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇതിന്റെ ശാസ്ത്രീയമായ വിശകലനത്തിലേക്കല്ല നമ്മൾ പോകുന്നത്. നമുക്ക് ഇതിന്റെ മാനിഫെസ്റ്റേഷൻ ആസ്പെക്റ്റ് ആണ് മനസ്സിലാക്കേണ്ടത്. അതിന്റെ പേരാണ് ബ്രെയിൻ സിങ്ക്രോണിസിറ്റി. നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും ചേർന്ന് ഒരു സിനിമയ്ക്ക് പോവുകയാണെന്ന് സങ്കല്പിക്കുക. ആ സിനിമ കണ്ടിരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ബ്രെയിനിന് തൊട്ടടുത്തിരിക്കുന്ന ആളിന്റെ ബ്രെയിനിനെ സിമുലേറ്റ് ചെയ്യാൻ കഴിയും എന്നതാണ് സൈക്കോളജി പറയുന്നത്. അതായത് തൊട്ടടുത്തിരിക്കുന്ന ആൾ സന്തോഷിക്കുകയാണോ, ഇപ്പോൾ ഈ കോമഡി കണ്ട് അയാൾക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ബ്രെയിൻ റിയൽ ടൈമിൽ സിമുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതിനാണ് ബ്രെയിൻ സിങ്ക്രോണിസിറ്റി എന്ന് പറയുന്നത്. ഇത് വലിയ തോതിൽ സംഭവിക്കുകയും ചെയ്യാം. അതായത് ഒരു കൂട്ടമായ ഒരു പ്രാർത്ഥന നടക്കുന്നു, സുവിശേഷ യോഗങ്ങൾ, കൂട്ടമായ നിസ്കാരങ്ങൾ, ഇപ്പോൾ നടക്കുന്ന ആറ്റുകാൽ പൊങ്കാല പോലെയുള്ള കൂട്ടമായ മഹോത്സവങ്ങൾ, കുംഭമേളകൾ, ഇതൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ എല്ലാവരുടെയും ബ്രെയിനുകൾ സിങ്ക്രോണിസിറ്റിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതിന് പല കാരണങ്ങൾ ഉണ്ടാകാം. അവിടുത്തെ ശബ്ദം, ഒരേ തരത്തിൽ കേൾക്കുന്ന കൊട്ട്, പാട്ട്, ബഹളങ്ങൾ, ഒരേ ഈണത്തിലുള്ള നിസ്കാര ശബ്ദങ്ങൾ, ഒരേ ഈണത്തിൽ പറയുന്ന സ്തോത്രങ്ങൾ, ഇത്തരത്തിലുള്ള പല വാക്കുകളിലൂടെയും ശബ്ദങ്ങളിലൂടെയും പ്രവൃത്തികളിലൂടെയും നിങ്ങളുടെ എല്ലാവരുടെയും ബ്രെയിൻ ഒരേ തരത്തിലേക്ക് സിങ്ക്രണൈസ് ചെയ്യാൻ തുടങ്ങും. വലിയ ആൾക്കൂട്ടങ്ങളിൽ ഇത്തരത്തിൽ ബ്രെയിൻ സിങ്ക്രോണിസിറ്റി പോസിബിൾ ആണ്. എന്നാൽ ചെറിയ കൂട്ടങ്ങളുണ്ടാവും. നിങ്ങളുടെ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, നിങ്ങളുടെ ലൈഫ് പാർട്ട്നേഴ്സ്, നിങ്ങളുമായി ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്ന ആൾക്കാർ, ഇവരുടെ അടുത്ത് നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നിങ്ങളുടെ ബ്രെയിനുകൾ ഒരു സിങ്ക്രണൈസ്ഡ് സിറ്റുവേഷനിലേക്ക് വരാൻ സാധ്യതയുണ്ട്. ഇതിനെയാണ് പിയർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന, നിങ്ങൾ ഏറ്റവും കണക്ഷനിലുള്ള 5 പേരുടെ ആവറേജ് ആയിരിക്കും എപ്പോഴും നിങ്ങളുടെ ലൈഫ്. ഇതിന് ബ്രെയിൻ സിങ്ക്രോണിസിറ്റിയാണ് കാരണം. നിങ്ങൾ ഏതു തരം ആൾക്കാരുമായിട്ടാണോ കൂട്ടുകൂടിയിട്ടുണ്ടാവുക, ഏതു തരം ലൈഫ് പാർട്ട്ണറെ ആണോ നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക, അവരുടെ ബ്രെയിൻ പ്രോസസ്സിനനുസരിച്ച് നിങ്ങളുടെ ബ്രെയിൻ പ്രോസസ്സും മോഡിഫൈ ചെയ്യപ്പെടും. ഇത് സൈക്കോളജിക്കൽ എക്സ്പ്ലനേഷൻ ആണ്. അതായത് ലൈഫ് പാർട്ട്ണറെ സെലക്ട് ചെയ്യുമ്പോൾ, ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുമ്പോൾ, നിങ്ങൾ കണക്ട് ചെയ്യുന്ന ആൾക്കാരെ സെലക്ട് ചെയ്യുമ്പോൾ, നിങ്ങളുടെ സോഷ്യൽ സർക്കിൾ സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ ബ്രെയിൻ സിങ്ക്രോണിസിറ്റിയിലേക്ക് നിങ്ങൾ എത്തിപ്പെടാൻ പോകുന്നു എന്ന ബോധ്യം നിങ്ങൾക്കുണ്ടാവണം. മാനിഫെസ്റ്റേഷൻ നിങ്ങൾക്ക് സാധ്യമാകണമെങ്കിൽ നിങ്ങളുടെ പിയർ ഗ്രൂപ്പിലും മാറ്റങ്ങൾ ഉണ്ടാകണം. ഇതുകൊണ്ടാണ് ഒരാൾ ജീവിതത്തിൽ വലിയ നിലയിലേക്ക് വരുമ്പോൾ പലപ്പോഴും അയാൾ ആ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്. അത് മനഃപൂർവ്വം സംഭവിക്കുന്നതാകണമെന്നില്ല. ഇപ്പൊ അവൻ വലിയ ആളായിപ്പോയി, അല്ലെങ്കിൽ അവൾ വലിയ ആളായിപ്പോയി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അവരുടെ ബ്രെയിൻ സിങ്ക്രോണിസിറ്റി നഷ്ടപ്പെടുകയാണ് സംഭവിച്ചത്. നമ്മളിതിനെ കൊളോക്കിയൽ ലാംഗ്വേജിൽ വൈബ് എന്നും സിങ്ക് എന്നും ഒക്കെ വിളിക്കാറുണ്ട്. ഇത്തരത്തിൽ ബ്രെയിൻ സിങ്ക്രോണിസിറ്റി പോലെയുള്ള പ്രതിഭാസങ്ങളെ കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനുകൾ യാഥാർത്ഥ്യമാക്കാൻ പരിത്രാണായ എന്ന ഈ യാത്രയിൽ കൂടെ ചേർന്നോളൂ.